അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണ്. അന അല്ലാ എന്ന് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട്. അന മുദബ്ബിറുൽ ആലം എന്ന് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട്. അന കുത്തുബുൽ ആലം എന്ന് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചവരാരാണ്? സമസ്തയിലെ മുസ്ലിയാക്കന്മാരാണ്. കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാര് തന്നെയാണ് സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന വാദം ഉന്നയിച്ചത്. അതിൽ പകരം ബാപ്പുട്ടി മുസ്ലിയാരുണ്ട്. അങ്ങനെ പല മുസ്ലിയാക്കന്മാരുണ്ട്. UK മജീദ് മുസ്ലിയാരുണ്ട്. പല മുസ്ലിയാക്കന്മാരും. എന്നാൽ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഈ വിഷയങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു സ്വഭാവമാണ്, കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സ്വഭാവമാണ്. പലതിനെയും മെഴുകി വെളുപ്പിക്കാൻ വല്ലാണ്ട് കഠിന പരിശ്രമം നടത്തുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സംസാരം, പുതിയതായി നടന്ന ഒരു സംസാരം കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ, അദ്ദേഹം എത്ര തന്നെ ഇരുട്ടാക്കാൻ ശ്രമിച്ചാലും അതൊക്കെ കൃത്യമായി നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എത്ര തന്നെ ഇരുട്ടാക്കാൻ ശ്രമിച്ചാലും അത് അദ്ദേഹത്തിന് മാത്രം ഇരുട്ടായി തോന്നും എന്നതല്ലാതെ അതൊക്കെ ഇദ്ദേഹത്തിന്റെ പല മുസ്ലിയാക്കന്മാരുടെയും സംസാരം കേൾക്കുന്ന ഞങ്ങൾക്കത് തോന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദിനോട് പറയാനുള്ളത്, നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ, അതിശക്തമായി എതിർക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിനെ പച്ചയായി അങ്ങോട്ടേക്ക് എതിർക്കുക. അതല്ലാതെ ഈ ഇരുട്ടത്ത് വെടിവെക്കുന്ന സ്വഭാവം, കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സ്വഭാവം, ആളുകളെ പൊട്ടനാക്കുന്ന സ്വഭാവം, നിങ്ങൾ തന്നെ പലപ്പോഴും പറയാണ്ട് യഖൂനു ഫി ആഖിറി സമാനി ദജ്ജാലൂന കസ്സാബൂന, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ടീം ആഖിറി സമാനിൽ വരും. അവർ ജനങ്ങളെ കബളിപ്പിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വിശദീകരിക്കുന്നത് കാണാറുണ്ട്. ആ ഒരു പരിപാടി തന്നെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ നേതാക്കന്മാരായ കാന്തപുരം AT അബൂബക്കർ മുസ്ലിയാരും പകര ബാപ്പൂട്ടി മുസ്ലിയാരും അങ്ങനെയുള്ള പല മുസ്ലിയാക്കന്മാരും പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്. ആഷിം നഈമി പറഞ്ഞു ഈ ലോകത്തെ ആധികാരികമായി നിയന്ത്രിക്കുന്നത് റസൂലുള്ളയാണ് എന്ന്. അതുപോലെ തന്നെ ഭീമാ പള്ളിക്കാരൻ ഹുസൈൻ സക്കാഫി പറഞ്ഞു ഇന്ന് നടക്കുന്ന കാര്യം, നാളെ നടക്കുന്ന കാര്യം, മറ്റന്നാൾ നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സർവ്വ കാര്യങ്ങളും പ്രവാചകന് അറിയാം. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചു വെച്ച കാര്യമാണ്. എന്നിട്ട് ഇപ്പോൾ ഇതൊന്നും അങ്ങനെയല്ല, ഇതൊന്നും ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറയാനുള്ളത്. നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദിന്റെ സംസാരം കേൾക്കാം. കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവനാണ് അല്ലാഹ്. അല്ലാഹു ഖുർആൻ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം. അൽ ഹയ്യുൽ ഖയ്യൂം എന്നും ഹയാത്തുള്ളവനാണ് അല്ലാഹ്. എല്ലാം അടക്കി ഭരിച്ച് നടത്തിക്കൊണ്ടുപോകുന്നവനാണ് അല്ലാഹ്. എല്ലാം നിയന്ത്രിക്കുന്നവൻ അത് സത്താവായ അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിന് ഒരു വിഷയത്തിലും ഒരു കൂറുകാരനും ഇല്ല, ഒരു സഹായിയും ഇല്ല. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫലാ യഹ്ദുസു ഹാദിസുൻ ഫിൽ ആലമിൽ ഉൽവി വലാ ഫിൽ ആലമിസ് സുഫ്ലി ഇല്ലാ ബിതദ്ബീരിഹി വഇറാദതിഹി വഖളാഇഹി വഹിക്മതിഹി. അല്ലാഹുവിന്റെ നിയന്ത്രണ പ്രകാരമല്ലാതെ, അവന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ മേലെയോ താഴെയോ ഒന്നും നടക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു, അവനെ കുറിച്ച് ശരിയായ വിശ്വാസമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ ഇപ്പൊ കേട്ടില്ലേ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്നൊക്കെ? എന്നാൽ ഇവരുടെ നേതാക്കന്മാരായ ആളുകൾ ഇങ്ങനെയാണോ പറഞ്ഞു വെച്ചത്? അങ്ങനെയാണോ? അല്ലല്ലോ. ഇപ്പോ എന്താണ്, ആകാശത്തിലൂടെ പറന്നു പോകുന്ന പ്ലെയിനുകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സി എം മടവൂരാണ് എന്നാ പറഞ്ഞത്. സി എം മടവൂര് കണ്ണങ്ങാനും ചിമ്മിപ്പോയാൽ പ്ലെയിനുകൾ കൂട്ടിയിടിക്കുമെന്ന് പറഞ്ഞു. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന സി എം മടവൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി പേരോട് ഉസ്താദ് ബാക്കി പറയട്ടെ. നമ്മൾ സാധാരണ പറയും ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ്. ചിലര് പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. എന്ത് അമേരിക്ക? അമേരിക്കനോട് പെർമിറ്റ് എടുത്തിട്ട് നമ്മളിപ്പോ പരിപാടി നടത്തുന്നത്. പക്ഷെ ആളുകൾ അങ്ങനൊക്കെ പറയും, ഒട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് എന്ന് പറയും. ചിലപ്പോൾ മുജാഹിദിന്റെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്ന മലക്കുകളാണ്. അത് മൂപ്പർ ഒരു കൂട്ടിപ്പെരക്കലാണ്. ഒരു ഇങ്ങനെ ആകെയുണ്ടല്ലോ ഒരു കൂട്ടിപ്പെരക്കല്. ആ കൂട്ടിപ്പെരക്കിയിട്ട് ഒന്ന് വലിച്ചു നോക്കിയതാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദായ
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഫൽ മുദബ്ബിറാത്തി അമ്രൻ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? കേവലം ഒരു പ്രയോഗം മാത്രമായിട്ടാണോ പറഞ്ഞത്? അല്ലല്ലോ. ഇപ്പൊ കേവലം ഒരു പ്രയോഗം എന്നാണ് പറഞ്ഞത്. മലക്കുകൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നവരാണ്. മനസ്സിലായല്ലോ? ആ രീതിയിൽ ചില നിയന്ത്രണങ്ങളൊക്കെ അവർക്ക് ഉണ്ട് എന്ന രീതിയിലല്ലാതെ ഈ ലോകത്തെ ആധികാരികമായി നിയന്ത്രിക്കുന്നത് ആരാണ്? എന്നാൽ നിങ്ങൾ ഈ ചിത്തടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്, അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് നിങ്ങൾ ആഷിം നഈമി പറഞ്ഞത് അങ്ങനെയാണോ? അതിന് ഞാൻ കൃത്യമായ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയല്ല അവർ പറഞ്ഞത്. മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചത് അങ്ങനെയല്ല. UK മജീദ് മുസ്ലിയാരുടെ സംസാരമുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു എല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ്. മനസ്സിലായല്ലോ? നേടിയെടുത്തിട്ടുണ്ട്. ഇനിയോ നിങ്ങളിപ്പോ പറയുന്ന വാദം പൊളിയാൻ വേണ്ടി മറ്റൊരു കാര്യം നിങ്ങളുടെ മാലകളിൽ പറയുന്നില്ലേ? കുട്ടിയെ കൊടുക്കാൻ ചോദിച്ചപ്പോൾ ലൗഹിൽ അങ്ങനെ ഒരു കുട്ടി അവർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാ 2 കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് 3 ആയി, 4 ആയി, 5 ആയി, 7 വരെ എത്തി. മുഹിയുദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാൻ, മര്യാദയുള്ള സിറിക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ അങ്ങ് മൊളിന്തോവർ. ഒരാൾ വന്നിട്ട്, ഒരു ഹാദിമ് വന്നിട്ട് മുഹിയുദ്ദീൻ ശൈഖിനോട് പറയാണ്, മുഹിയുദ്ദീൻ ശൈഖേ എനിക്ക് കുട്ടികളില്ല, എനിക്ക് കുട്ടികളെ തരണം മുഹിയുദ്ദീൻ ശൈഖേ, എനിക്കൊരു കുട്ടിയെ തരണം മുഹിയുദ്ദീൻ ശൈഖേ. ഉടനെ തന്നെ മുഹിയുദ്ദീൻ ശൈഖ് അള്ളാനെ വിളിച്ചിട്ട് പറയാണ്, എന്റെ ഹാദിമിന് കുട്ടിയെ വേണമെന്ന് പറയുന്നുണ്ട് റബ്ബേ, അവനൊരു കുട്ടിയെ കൊടുക്കണം റബ്ബേ. മറുപടി എന്താണെന്നറിയോ? മറുപടി ലൗഹിൽ അവർക്കില്ല പിള്ളകൾ, മുറുക്കുന്ന 2 കൊടുക്കൂ നീ ദയ്യാനേ. അല്ല പറയാണ് ലൗഹുൽ മഹ്ഫൂദിൽ അവർക്ക് കുട്ടികളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ തരാൻ ഒരിക്കലും സാധ്യമല്ല. ഇത് യഥാർത്ഥ മുഹിയുദ്ദീൻ ശൈഖ് അല്ല, ഇത് മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ്. മുഹിയുദ്ദീൻ ശൈഖ് ഉടനെ തന്നെ അള്ളാനോട് പറഞ്ഞു, 1 തരാൻ പറ്റൂലേ, 2 കൊടുക്ക്. ഉടനെ തന്നെ വീണ്ടും പറയാണ്, കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ 3 എണ്ണം കൊടുക്കണമങ്ങിനെ 7ഓളം ഉണ്ടോവർ. 800 തീരും മുമ്പായിറയോവൻ MP ഞാൻ 7 കൊടുക്കാമതെന്നോവർ. അല്ല പറഞ്ഞു 2 കൊടുക്കാൻ പറ്റൂല. ഉടനെ തന്നെ മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞു, എന്നാ 3 കൊടുക്ക്. അല്ല പറഞ്ഞു അതും കൊടുക്കാൻ പറ്റൂല. ഉടനെ തന്നെ മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞു 4 കൊടുക്ക്, 5 കൊടുക്ക്, 6 കൊടുക്ക്. അവസാനം 7 പറഞ്ഞപ്പോ മുഹിയുദ്ദീൻ ശൈഖിനോട് അല്ല പറയാണ്, എന്താ പറഞ്ഞതെന്നറിയോ? 800 തീരും മുമ്പായിറയോവൻ MP ഞാൻ 7 കൊടുക്കാമതെന്നോവർ. മുഹിയുദ്ദീൻ ശൈഖ് 8 എന്ന് പറയല്ലേ, 8 എന്ന് പറഞ്ഞാൽ 8 ഞാൻ തരേണ്ടി വരും. അതുകൊണ്ട് 7 കച്ചവടം ഉറപ്പിക്കാം. ഇത് കേൾക്കുന്ന സാധാരണക്കാര് ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ അല്ല ചോദിച്ചത് മുഹിയുദ്ദീൻ ശൈഖ് ചോദിച്ചത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ വരെ കഴിവുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. അല്ല തെരൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ പിടിച്ചു വാങ്ങാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ശൈഖ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ എന്താ ഉണ്ടാകുക? നമ്മളെ മൊയ്തീൻ ശൈഖ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ വിചാരിച്ച ആളല്ലോ. അല്ല തെരൂല എന്ന് പറഞ്ഞ കാര്യം വരെ പിടിച്ചിങ്ങടെ വാങ്ങിത്തരുന്ന ആളാണ് മുഹിയുദ്ദീൻ ശൈഖിന്റെ. ഇതൊക്കെ നിങ്ങളുടെ ആളുകൾ പ്രചരിപ്പിച്ചതാണ്. പിന്നെ അത് അങ്ങനെയല്ല, അതിങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തടിയൂരാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായി? അങ്ങനെയൊന്നും തടിയൂരാൻ വേണ്ടി പറ്റില്ല. മലക്കുകളാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത്? പക്ഷേ അതൊരു വാചകമാണ്. ആ വാചകം അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലല്ല. പിന്നെ മലക്കുകൾ ഇടപെടുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മലക്കുകൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഇടപെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ അധ്യക്ഷൻ ഇടപെടുന്നു എന്നാണ്. അതുപോലെ ഡ്രൈവർ കാർ നിയന്ത്രിക്കുന്നതിനാൽ ഡ്രൈവർ ഇടപെടുന്നു എന്നാ. യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന് മാത്രമാണ്. ഇതുപോലെ അമ്പിയാക്കൾ, ഔലിയാക്കൾ ചിലപ്പോൾ ചില വിഷയങ്ങളിൽ ഇടപെടും. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വളരെ ദൂരെയുള്ള സിംഹാസനം എത്തിച്ചു കൊടുത്തില്ലേ? അസ്സഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇടപെട്ടതാണത്. പക്ഷെ അതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله. ഞാൻ മരിച്ചവരെ ഹയാത്താക്കുന്നു. പക്ഷേ ബീദിനില്ല, അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം, എന്റെ സ്വന്തം വകയിലല്ല. അള്ളാഹുവിന്റെ ഉദ്ദേശം കേട്ടില്ലേ? അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. ഓക്കെ, അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സമസ്തയുടെ മുസ്ലിയാക്കന്മാർ ഉരുണ്ട് കളി, ഈ പേരോട് ഉസ്താദിന്റെ ഒക്കെ ഉരുണ്ട് കളി ശരിക്കും ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഞാനിതെന്താ ഇങ്ങനെ പറയാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ, രോഗശമനത്തിന് വേണ്ടി CM മടവൂരിന്റെ അടുത്തേക്ക് പോകുമ്പോൾ CM മടവൂർ എന്താണ് പറയാറുള്ളത്? CM മടവൂർ അല്ലാഹുമ്മ യശ്ഫി എന്ന് പറയാറില്ല. ആര്? മുള്ളൂർക്കര സക്കാഫി പറഞ്ഞു. മുള്ളൂർക്കര സക്കാഫി പറഞ്ഞു. പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞു. UK മജീദ് മുസ്ലിയാർ പറഞ്ഞു. മനസ്സിലായല്ലോ? അല്ലാഹുമ്മ യശ്ഫി എന്ന് പറയാറില്ല. മനസ്സിലായല്ലോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറല്ല, നിങ്ങൾക്ക് രോഗം വേണ്ട. ഇങ്ങനെ കൃത്യമായി ആധികാരികമായി തന്നെ ഇവരുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത്, കൃത്യമായി തന്നെ ഇവരുടെ നേതാക്കന്മാർ പ്രസംഗിച്ചു വെച്ചത് എന്താണ്? അങ്ങനെ ഒരു കഴിവ് നേടിയെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? രോഗം മാറ്റാൻ. എന്നാൽ നമ്മൾ എന്താണ് പഠിപ്പിച്ചത്? നമ്മളെ എന്താണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? രോഗിയുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. അല്ലാഹുമ്മ റബ്ബന്നാസ് അസ്ഹബിൽ ബഅസ യശ്ഫി അൻത ഷാഫി എന്നൊക്കെ തുടങ്ങുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ. എന്നാൽ അല്ലാഹുമ്മ യശ്ഫി എന്നല്ല പറയാറുള്ളത് എന്നാണ് CM മടവൂരിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ കേവലം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഒരു പ്രയോഗമല്ല, അത് നിയന്ത്രണം അവരുടെ കയ്യിലാണ് എന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. മരണപ്പെട്ടു പോയതിൻ്റെ ശേഷവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അർവാഹുകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല. ഇപ്പോ അദ്ദേഹം പറഞ്ഞ സത്യം മനസ്സിലായല്ലോ. നേരത്തെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് പറഞ്ഞ സത്യം എന്താണ്? അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ കാര്യം ഇതാണോ? എന്നിട്ട് അദ്ദേഹം പിന്നെ ന്യായീകരണം പറഞ്ഞത് കേവലം ഒരു പ്രയോഗം മാത്രമാണ്. ഇവിടെ കൃത്യമായി എന്താണ് അദ്ദേഹം പറഞ്ഞത്? അർവാഹുകൾ അവരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്നും അതുപോലെ തന്നെ ഭരണം നടത്തുന്നത് എന്നും ഒക്കെയാണല്ലോ. ഇത് കേവലം വെറുതെ ഒരു പ്രയോഗം പറച്ചില് മാത്രമല്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ഇപ്പോ മലക്കുകളെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് പറഞ്ഞല്ലോ. മലക്കുകളെ കുറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ. അവിടെ ആർക്കും തന്നെ ഒരു റോളുമില്ല. എന്നാൽ നിങ്ങളുടെ മാലപ്പാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ റൂഹിന്റെ കൊട്ട തട്ടിയ കഥകൾ പഠിപ്പിച്ചിട്ടില്ലേ? ഷെയ്ഖിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം. വലിയ ഒരു ഖാദിം മൗത്തായേ സംഗീതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ. ഒരാള് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്താ ചെയ്യുന്നറിയോ? ഈ കഥയിലൊന്നും ചോദ്യമില്ലട്ടോ, ഇതൊക്കെ കഥയാണ്. എന്താ പറയണെന്നറിയോ? എന്താ പറയണെന്ന് വെച്ചാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ ഭർത്താവിന്റെ റൂഹ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. നേരെ എന്ത് ചെയ്തു? മലക്കുകളെടുത്ത് ചെന്നിട്ട് പറഞ്ഞു. എന്താ മലക്കുകളെടുത്ത് ചെന്നിട്ട് പറഞ്ഞെന്നറിയോ? എന്റെ ഹാദിമിന്റെ റൂഹ് നിങ്ങളെ കയ്യിൽ വേഗം തരണം, എന്റെ ഹാദിമിന്റെ റൂഹ് നിങ്ങളെ കയ്യിലുണ്ട്, തിരിച്ചറിയണമെന്ന് പറഞ്ഞു. അപ്പൊ മലക്കള് പറഞ്ഞെന്തറിയോ? തനിയൊന്റാരുളൽ പൂടിത്തേതയ്യങ്ങീനെ താരും ഞാൻ എന്ന് മാലക്ക് നാവിണ്ടോവർ. അല്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂഹ് പിടിച്ചത്, അതുകൊണ്ട് ഇത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്തെന്നറിയോ? നവിൽ കേട്ട് കയ്യിലാമരർ പീഡിത്തുള്ളൈ
സമ്പിലൈ വേഗം പൂടിത്ത് പറന്നോവർ അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടത് തന്നെ ഉള്ള ഉയർകളെ തുള്ളിപ്പറപ്പിച്ച് പറ്റി വീടുത്തോവർ. മലക്കുകൾ ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ റൂഹ് കൊണ്ടുപോവാ. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞിട്ടെ, ഇവിടുത്തെ കേരളത്തിലെ ആദരണീയരായ സമസ്തക്കാരുടെ അഖീദ അശ്അരി അഖീദയാണ്. അശ്അരി അഖീദയിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ മുത്തവാത്തറായ ഹദീസെങ്കിലും വേണം. അതാണ് അശ്അരി അഖീദന്റെ അസ്ലി. ഞാൻ ചോദിക്കട്ടെ, റൂഹിനെ പിടിച്ചിട്ട് കൊട്ടയിലാണ് റൂഹിനെ കൊണ്ടുപോകാന്ന് ഏത് ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? എന്നിട്ടോ റൂഹ് ഇങ്ങനെ കൊണ്ടുപോവാണ്. മലക്കുകളോട് ചോദിച്ചു, മലക്കുകൾ കൊടുത്തില്ല, ഒരൊറ്റ തട്ട. അന്ന് പിടിച്ച റൂഹൊക്കെ സ്വതന്ത്രമായി. അങ്ങനെ അവസാനം എന്തായിന്നറിയോ? മലക്കുകൾ പേടിച്ചിട്ട് അള്ളാന്റെ അടുക്കലേക്ക് ചെല്ലാൻ വിട്ടതൈ കണ്ട് അല്ലാന്റെ ബലിമഹദറത്തിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മലക്കോട് അല്ലാഹ് അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ കൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പാവനെന്നോവർ. അള്ളാന്റെ അടുത്ത് എന്നിട്ട് മലക്കുകൾ നഊദുബില്ല മലക്കുകൾ പരാതി പറഞ്ഞു, പടച്ചോനെ ഇങ്ങനെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാള് വന്നിട്ട് റൂഹ് ചോദിച്ചു കൊടുത്തില്ല, മൂപ്പര് ഇന്ന് പിടിച്ച റൂഹൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അപ്പൊ അള്ള തിരിച്ചു പറഞ്ഞെന്തറിയോ? അള്ള എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? മൂപ്പരാകെ നിങ്ങളോട് ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ളൂ, ആ ഒരു റൂഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ പോവുമായിരുന്നു. എന്ത് മനസ്സിലായി? ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരമാണ്. ഇത് ചൊല്ലിയ പുണ്യം കിട്ടും. ഇത് ചൊല്ലാത്തോന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല, ഖാദിയാകാൻ പറ്റൂല, മെമ്പർഷിപ്പ് കിട്ടൂല എന്ന് പറയപ്പെട്ട ഈ വാചകം ഇതാര് പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ? പിന്നെ അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല ഉസ്താദെ. നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. ഇതേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രത്യേകം മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുണ്ട്, സാധാരണക്കാരെ അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചില മലക്കുകളെ കാന്തപുരം ഉസ്താദിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഒരു ഉസ്താദ് പറയുന്നത് നമുക്ക് കേൾക്കാം. CM മടവൂരാണ് ഏൽപ്പിച്ചത്. ശൈഖുനയുടെ വചനമാ. എന്തൊക്കെയാ വന്നത്? അവലത്തെ തങ്ങളുപ്പാപ്പ, വലിയ തങ്ങള്, ആ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട ശൈഖുനെ കാണാൻ പോകും. അവലത്തെ തങ്ങളെ പറ്റി വിവരങ്ങൾ ചോദിക്കുന്നു. പിന്നെ ചോദിക്കുന്നു, AP അബൂബക്കർ മുസ്ലിയാർ അവിടെയുണ്ടോ? അവിടെയുണ്ട്. എന്തൊക്കെയാ വിശേഷം? ഒന്നുമില്ല. എന്തിനാ വന്നത്? ഇന്നതിനാ വന്നത്. അത് സിഹറാണ്, ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. AP അബൂബക്കർ മുസ്ലിയാർക്ക് സിഹർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്, അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നോട് അവലത്തെ തങ്ങൾ നേരിട്ട് പറഞ്ഞതാണ്. AP അബൂബക്കർ മുസ്ലിയാർക്ക് ഒരുപാട് ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട്, അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോ എന്റെ പേരോട് ഉസ്താദ്, നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ ആളുകൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്നും കേൾക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും സമസ്തക്കാരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നതല്ല. നിങ്ങളല്ലല്ലോ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ ഒരുപാട് കള്ളത്തരങ്ങൾ, നിങ്ങളുടെ അനക്കത്തിലും തിരിച്ചത്തിലും നിങ്ങൾ മുജാഹിദുകളുടെ പേരിൽ എന്തൊക്കെ കളവ് പറയാൻ പറ്റുമോ അതൊക്കെ പറയും, കുത്തിപ്പറയും. അങ്ങനെയൊന്നും ഞങ്ങൾ പറയാറില്ല. ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെപ്പോലെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. അതുകൊണ്ട് പേരോട് ഉസ്താദെ, നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇനി ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകം ആണല്ലോ നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. ഈ CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ നിങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. CM സ്മരണികയിലായില്ലത്. മനസ്സിലായല്ലോ? നിങ്ങളുടെ പുസ്തകമാണല്ലോ, മുജാഹിദുകൾ ഇറക്കിയതൊന്നല്ലല്ലോ. വളരെ കൃത്യമായി നിങ്ങളുടെ നേതാക്കന്മാർ ഈ കാര്യം പറഞ്ഞു വെച്ചതല്ലേ. നിങ്ങളുടെ UK മജീദ് മുസ്ലിയാർ സംസാരിക്കും, നമുക്കൊന്ന് കേൾക്കാം. ആയിക്കോട്ടെ. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചായി പറയുന്നത്. ഇതൊന്ന് കറാമത്തല്ലേ? പിന്നെ ഏതാ കറാമത്ത്? എവിടുന്ന് വിളിച്ചാലും, എപ്പം വിളിച്ചാലും, ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള
പവറാണ് ഷെയ്ഖുന നേടിയെടുത്തത്. വെറുതെ അല്ല, അവിടുത്തെ ചരിത്രം ഒന്ന് പഠിക്കണം. അതാണ് പേരോട് ഉസ്താദിനോട് പറയാനുള്ളത്. ഇവർ ഈ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. മനസ്സിലായല്ലോ? നേരത്തെ നിങ്ങൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ബി ഇതിനില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇവിടെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറയും, നിങ്ങളൊന്ന് കേൾക്കൂ. കുത്തുബുൽ എന്ന് വെറുതെ അങ്ങ് പറയല്ല. അപ്പോ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടു. ആ മുമ്പത്തെ വണ്ടിയിൽ നിന്ന് പെരും കരച്ചിൽ കേൾക്കും. വണ്ടി ഇങ്ങനെ നിൽക്കല്ലേ. ഔസിയം വലുത് എവിടെ നിന്നാ കരയുന്നത്? ഭയങ്കര കൃപയാണ് മനസ്സിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ കരച്ചിൽ കേട്ടോ പറയും, എവിടെ നിന്നാണ് കരയുന്നത്? അപ്പോ പിന്നെ ഉസ്താദ്, ഞാൻ പരിഹസിക്കാനല്ല, ഈ പറയുന്ന ആളുകളൊക്കെ പിന്നെ ജാഹിലുകളാണ് ഞങ്ങൾക്കറിയാം. ഒരുതരം കഴുതകളാണ്. ജനങ്ങളെല്ലാം കഴുതകളെ, ചില കഴുതകളുണ്ട്. അതാണ് നിങ്ങളെ കാന്തപുര ഉസ്താദിന്റെ കൂടെ എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ അത്രയും ഇതിനെ കാണുന്നു. പകരം വാപ്പൂട്ടി മുസ്ലിയാരായാലും നേരത്തെ പറഞ്ഞ മുസ്ലിയാരായാലും മജീദ് മുസ്ലിയാരായാലും ആരായാലും കഴുതകളുടെ കൂട്ടത്തിലെ ഞങ്ങൾ പിന്നെ ഉൾപ്പെടുത്തും. വിവരദോഷികളാണ്, വിഡ്ഢികളാണ്, പൊട്ടന്മാരാണ്. മതത്തിൽ വിശ്വാസമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. ഇപ്പോ ഇയാൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ആരാണ് അവിടെ, എന്താണ് അവിടെ എന്ന് ആര് ചോദിച്ചു? CM മടവൂര്. ആര് ലോകം നിയന്ത്രിക്കുന്ന എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. എല്ലാം കാണുന്നു. ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിൻ. ഈ ചങ്ങാതി തന്നെയല്ലേ അതും പറഞ്ഞത്. ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ CM മടവൂര് കണ്ണെങ്ങാനും ചിമ്മിയിട്ടുണ്ടെങ്കിൽ കൂട്ടിമുട്ടും. കൂരാക്കൂരിട്ടിലെ ഇരയെങ്ങാനും നെറ്റിട്ട് വീഴുകയാണെങ്കിൽ അതുപോലും CM മടവൂര് അറിയും. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ CM മടവൂര് അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊക്കെയാണല്ലോ വാദിച്ചത്. എന്നിട്ടാണ് പറയുന്നത് സ്വന്തം മുമ്പിലുള്ള വണ്ടിയിൽ എന്താ സംഭവിച്ചത്, കരയുന്ന കൂറ്റിയേക്കുന്നത്. എന്താണ് ഇവിടെ, ഏതാണ് ഇവിടെ? തള്ളുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, കൃത്യതയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വെച്ച് കാച്ചലന്നല്ലേ. മുമ്പിൽ കുഞ്ഞാടുകൾ ഇരിക്കുന്നുണ്ട്, അവർക്ക് എന്ത് ചാത്തപ്പിനെന്ത് മാശ്രയം നടക്കാം, മൊയിലാർ എന്ത് പറയുന്നു അതങ്ങ് വിഴുങ്ങാന്നല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാൻ അവർക്ക് ആ രീതിയിലുള്ള ചിന്താശേഷിയൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞു കൊടുക്കാറില്ലല്ലോ. ഇങ്ങനെ മായാവി കഥകൾ മാത്രമാണല്ലോ ഈ പറയുന്നത്. വണ്ടി ഇങ്ങനെ നിൽക്കല്ലേ. ഔസിയം വലുത് എവിടെ നിന്നാ കരയുന്നത്? ഭയങ്കര കൃപയാണ് മനസ്സിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ കരച്ചിൽ കേട്ടോ പറയും, എവിടെ നിന്നാണ് കരയുന്നത്? അപ്പോ ആരോ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ആ വണ്ടിയില് ഒരു മയ്യത്തുണ്ട്. ആ എങ്ങനെയുണ്ട്? ആരോ പോയി നോക്കിയിട്ട്. CM മടവൂരിന്റെ മറ്റേ ഇതല്ല, CM മടവൂര് കണ്ടതല്ല. വണ്ടിയിൽ ആരാണ് കിടക്കുന്നത്, മരിച്ചതാണോ ഒന്നും CM മടവൂര് അറിയില്ല. CM മടവൂരിന് ഒരാൾ പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മയ്യത്തിന്റെ ഉപ്പയാണ് കരയുന്നത്. അപ്പൊ CM വലുത വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കയ്യിലൊരു കൊടയുണ്ട്. അപ്പൊ എന്താ സംഭവം? അയാളുടെ മകൻ തലകീയായി വീണുപോയി. അങ്ങനെ കഴുത്ത് പൊട്ടി, കഴുത്തിന്റെ എല്ല് പൊട്ടി മരിച്ചുപോയി. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് അയാൾ ഇന്ന് കരയുന്നത്. ആംബുലൻസ് എന്താ എനിക്കറിയില്ല. അപ്പൊ CM വലുതായി ചെന്നിട്ട് ഈ വണ്ടിയുടെ ഇനി പുറത്തുള്ള ഓട്ടയിൽ കൂടാണോ ഇങ്ങനെ ആവും, ഇനി വാതിൽ തുറന്നാണെന്നോ ഈ മയ്യത്തിനെ ഈ കൊട കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് എഴുന്നേൽക്ക് പോനെ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, മയ്യത്താണ് കൊണ്ടോണ്, എഴുന്നേൽക്ക് 3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിരുന്നു. മരിച്ചാള് ജീവിച്ചു. വേറൊന്നും ഡെക്കറേഷൻ ഇടണ്ടല്ലോ. ഇവിടെ ബിഇസ്നില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് എന്നാണല്ലോ പറഞ്ഞത്. ഇതെന്താണ്? ഇതെന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? ഇനി തീർന്നോ? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ ഇവിടെ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അധികാരം ചില്ലറല്ല. അതാ അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ഷെയ്ഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഷെയ്ഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ഷെയ്ഖുന വാക്ക് പറയാനേ ഇല്ല. ഷെയ്ഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കും, ആ രോഗം വേണ്ട, വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിൽ ഒരു ദർസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ, ആ വീട്ടുകാരനാന്ന് പറയാം, 30 വർഷത്തോളം കിഡ്നി രോഗം വന്ന് കിഡ്നിയൊക്കെ പോയി. കിഡ്നി രോഗം അല്ല, മൂപ്പർക്ക് തന്നെ ഒരു പിടുത്തമില്ല. എങ്ങനെ വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ പാട്ട് പാടുകയാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ കൗമിനെ, നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പറഞ്ഞു പറ്റിച്ച വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ പേരോട് ഉസ്താദെ, നിങ്ങൾ ഈ മെഴുകുന്നതല്ല സമൂഹത്തിന്റെ മുന്നിൽ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ജനങ്ങൾ മന്ദബുദ്ധികളല്ല എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക.
നിങ്ങളോട് ഒരു ദേഷ്യവും ഞങ്ങൾക്കില്ല. നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് അവരുടെ നിന്ന് സ്റ്റേജ് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവസരം നിഷേധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് സ്റ്റേജ് കെട്ടിത്തരാം. നിങ്ങൾ പ്രമാണബദ്ധമായി സംസാരിച്ചാൽ മാത്രം മതി. മനസ്സിലായല്ലോ? നിങ്ങൾ പ്രമാണബദ്ധമായി സംസാരിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഈ പറയുന്ന ഈ പിഴച്ച വിശ്വാസം, ഈ പറയുന്ന പകരവാപ്പൂട്ടി മുസ്ലിയാരും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പറയുന്ന ഈ പിഴച്ച വിശ്വാസം, അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കാം. നിങ്ങൾ അവിടെ ഇവിടെയും കൊള്ളാത്ത രീതിയിൽ സംസാരിക്കരുത്. ഇരട്ടത്ത് വെടിവെക്കാൻ നിൽക്കരുത്. കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. ജനങ്ങളെ കബളിപ്പിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു ഉസ്താദിന്റെ സംസാരം ഞാൻ കേൾപ്പിച്ചുതരാം. അബ്ദുൽ നസീർ അസ്ഹരി എന്ന് പറയുന്ന ഒരു ഉസ്താദ്. കുരുവട്ടൂരികൾക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇത് അശ്അരികളുടെ നേതാവായിട്ട് അവർ അവരോധിച്ച ഫഖ്റുർ റാസിയുടെ തഫ്സീർ റാസി 14-ാം വാള്യം 223-ാമത്തെ പേജ്. അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേൽ ഒരു സമയത്ത് ആവശ്യപ്പെട്ടിരുന്നല്ലോ, യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മൂസ ഞങ്ങൾക്ക് ദൈവങ്ങളെ ഉണ്ടാക്കിത്തരണം, കമാലഹും ആലിഹ, ഫറോവക്കും അനുയായികൾക്കും ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും വേണം കുറച്ച് ദൈവങ്ങൾ. ഒരു ഏക ഇലാഹിനെ മാത്രം ആരാധിച്ചിങ്ങനെ കൂടിയാൽ ശരിയാവില്ല, വേറെയും കുറച്ച് ദൈവങ്ങൾ വേണം. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ദൈവങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണം എന്ന് മൂസാ നബിയോട് വിവരമില്ലാത്ത കൗമ് പറഞ്ഞു. ഓല് വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, പക്ഷെ വിവരമില്ലാതെ പറയാണ്. എന്ത് ചെയ്യാനാ? വിവരം കെട്ടോലെല്ലാ കാലത്തുണ്ടാകുമല്ലോ. അവരെ നന്നാക്കലാണല്ലോ പിന്നെ അമ്പിയാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ദൗത്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതി വിശുദ്ധ ഖുർആനിൽ അള്ളാഹുത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തഫ്സീർ റാസി പറയാണ്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് ദൈവങ്ങളെ ഉണ്ടാക്കി തരണം, ഷിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ദൈവങ്ങളെ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ ഉണ്ടാക്കിത്തരണം എന്നാണോ? ലോകത്തിൻ്റെ സൃഷ്ടാവായിട്ട് ആക്കാൻ പറ്റുന്ന ആളുണ്ടാക്കിത്തരണം എന്നാണോ? കാരണം അത് നടക്കാൻ പോണ കാര്യമില്ലല്ലോ. ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്ന അത് ഒരാളുടെ മാത്രം പരിപാടിയാണ്. റബ്ബുൽ ആലമീനായ ആളുടെ ആളെന്ന് ഞാൻ പറയുന്നത് തിരിയാൻ വേണ്ടിയിട്ടോ, ഒരുത്തൻ്റെ പരിപാടി. ലോകം മുഴുവൻ സൃഷ്ടിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ഒരേ ഒരുത്തൻ്റെ പരിപാടിയാണ്. അപ്പോൾ വേറെ ദൈവങ്ങളെ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകം മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ള, ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരുത്തനെ ഉണ്ടാക്കിത്തരണം എന്നാണോ? അതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? ആ ഒരുത്തപ്പോൾ അവിടെ നിലവിലുണ്ടല്ലോ. ആ ഒരുത്തൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലവിലുണ്ട്. നിലവിലുള്ളൊരു സാധനത്തിന് ഈ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പം ഇല്ലാത്തൊരു സംഗതിയെ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയാണല്ലോ ഇപ്പം പറയുന്നത്. അപ്പോഴല്ലേ ഉണ്ടാക്കിത്തരാ എന്ന് പറയാം. അപ്പം ഈ സംഗതികളെല്ലാം കൂടി വിശദീകരിച്ചുകൊണ്ട് റാസി പറയാണ്, സമസ്തായിസത്തിൻ്റെ മടവൂരിസത്തിൻ്റെ അടിവേര് പിഴുതെറിഞ്ഞുകൊണ്ടുള്ള വിശദീകരണം കിടിലൻ. എന്താ അദ്ദേഹം പറയുന്നത്? വഅലം, നീ മനസ്സിലാക്കണം, അന്ന മിനൽ മുസ്തഹീലി, ഇമ്പോസിബിളായ സംഗതിയാണ്, ഒരിക്കലും നടക്കാത്ത സംഗതിയാണ്, ഒരിക്കലും ഉണ്ടാവില്ല. അൻ യഖൂലൽ ആഖിലു, ഒരു തരിമ്പ് ബുദ്ധിയുള്ളവൻ പറയുക, ലി മൂസാ നബിയോട്. കാരണം ഈ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരല്ലല്ലോ, ബുദ്ധിയുള്ളവരാണല്ലോ, മനുഷ്യന്മാരല്ലേ. അപ്പോൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പറയില്ല എന്നർത്ഥം. എന്ത് പറയില്ല? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ വ ഖാലിഖൻ വ മുദബ്ബിറൻ. അത് പറയൂല. ഉണ്ടോ? സത്യത്തിൽ ഓല് പറഞ്ഞില്ലേ, ഓലെ തൊള്ളേന്ന് വന്നല്ല അങ്ങനെ ഒരു വാക്ക്. എന്നിട്ട് പോലും റാസി പറയണം അങ്ങനെ പറയില്ല. ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്ക് ദൈവത്തെ ആക്കിത്തരണം, കമാ ലഹും ആലിഹ, അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ, വ ഖാലിഖൻ, ഞങ്ങൾക്ക് സൃഷ്ടാവിനെ ഉണ്ടാക്കിത്തരണം, വ മുദബ്ബിറൻ, ഉണ്ടോ, നിയന്ത്രിക്കുന്നവനെ ഉണ്ടാക്കിത്തരണം. അപ്പോൾ റാസിയുടെ പേരിൽ കള്ളം പറഞ്ഞതിനുള്ള മറുപടിയും കൂടി ഇതിലുണ്ട്. ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാന്ന് റാസി പറഞ്ഞു എന്നുള്ള നുണ പറഞ്ഞില്ല. ആ റാസി ഏത് പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ബുദ്ധിയുള്ള ഒരാൾ ചോദിക്കൂല, മുസ്ലിം ചോദിക്കൂല എന്നല്ല പറയുന്നത്, ഒരു മുസ്ലിമായ ആൾ ചോദിക്കൂല എന്നല്ല പറയുന്നത്, ഒരു ഏകദൈവ വിശ്വാസി ചോദിക്കൂല എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു തലക്ക് വെളിവുള്ള ചോദിക്കൂല. അത് കാഫിറാണെങ്കിൽ പോലും, ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ പോലും ചോദിക്കൂല. എന്തുകൊണ്ടാണ് അതിൻ്റെ വിശദീകരണം പറയുന്നത്? ലി അന്നല്ലദീ യഹ്സുലു ബി ജഅലി മൂസ വ തഖ്ദീരിഹി,
മൂസാ നബി ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന സംഗതി മൂസാ നബിനോട് ഉണ്ടാക്കി തരാനാണല്ലോ പറയുന്നത്. അപ്പൊ മൂസാ നബി ഉണ്ടാക്കി കൊടുക്കാന്ന് വെക്കുക, മൂസാ നബിക്ക് ഇപ്പം എന്താ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക? ഈ ലോകത്തിന്റെ മുദബ്ബിറിനെ ഉണ്ടാക്കാൻ പറ്റുമോ മൂസാ നബിക്ക്? അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഖാലിഖിനെ മൂസാ നബി വിചാരിച്ചുണ്ടാക്കാൻ കഴിയൂല. മൂസാ നബിക്ക് അങ്ങേത്തല എന്താ ഉണ്ടാക്കാൻ പറ്റുക? മൂസാ നബിക്ക് അങ്ങേത്തല ഉണ്ടാക്കാൻ പറ്റല് ഒരു വിഗ്രഹമാണ്. അത് മരത്തോണ്ട് കൊത്തിണ്ടാക്കുക, കല്ലുകൊണ്ട് കൊത്തിണ്ടാക്കുക, അത് മൂസാ നബിക്ക് കഴിയും. അല്ലെങ്കിൽ ഒരു CM മടവൂരിൻ്റെ കബറ് അത് ഉണ്ടാക്കാൻ പറ്റും. ഒരു ജാറുണ്ടാക്കുക, മൂസാ നബി വിചാരിച്ച ജാറുണ്ടാക്കുക. അതുപോലെ പിന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം, കൊത്തുപണികൾ ഉണ്ടാക്കാം. ഇതൊക്കെ പരമാവധി മൂസാ നബിക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പുണ്യം കൽപ്പിക്കപ്പെടുന്ന ഒരു പുണ്യ കൊടിമരം ഉണ്ടാക്കുക. ഇവർക്ക് ഇപ്പം അതൊക്കെയുള്ള പരിപാടി, കൊടിമരം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കല്ലിൻ്റെ അടുത്തൊക്കെ പോയി ദ്വാരക്കുണ്ടല്ലോ. ഇപ്പം കല്ലിൻ്റെ അടുത്ത് പോയി ദ്വാരക്കുണ്ട്. അപ്പം പുണ്യം കിട്ടാൻ വേണ്ടി മരത്തിൻ്റെ അടുത്ത് പോയി ദ്വാരക്കുണ്ട്, മരത്തിനെ തന്നെ പൂജിക്കുന്നുണ്ട്. അപ്പം ഇത്തരം സംഗതികളൊക്കെ മൂസാ നബിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേസമയത്ത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരുത്തനെ ഉണ്ടാക്കാൻ മൂസാ നബിക്ക് കഴിയൂല. അതൊരു മനുഷ്യൻ്റെ കൈവിൽപ്പെട്ടതല്ല. എന്നല്ല, അത് പോസിബിളല്ല, അത് ഇമ്പോസിബിളാണ്, അസാധ്യമായ സംഗതിയാണ് ലോകത്തിൻ്റെ സൃഷ്ടാവിനുണ്ടാക്കേ. അപ്പൊ പിന്നെ ഇവർ ചോദിച്ചല്ലോ, ഇജല്ലന ഇലാഹെന്ന് ഓല് ചോദിച്ചല്ലോ. ഓല് വിവരമുള്ള പിന്നെ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ. അപ്പൊ എങ്ങനെ ചോദിക്കൂല എന്ന് പറയാം? ചോദിച്ച ഒരു സംഗതിയെക്കുറിച്ച് ചോദിക്കൂല, അങ്ങനെ ചോദിക്കൂല ഇമ്പോസിബിൾ ആണെന്ന് റാസി പറയാൻ എങ്ങനെ? റാസി ഖുറാൻ നിഷേധിക്കുന്ന ആളല്ലല്ലോ. ഖുറാനിൽ പച്ചക്ക് പറഞ്ഞില്ലേ? ഖുറാനിൽ പച്ചക്ക് പറഞ്ഞ ഒരു സംഗതി ഇമ്പോസിബിൾ ആണെന്ന് അങ്ങനെ അല്ല പറയാ, പിന്നെ റാസി പറയാം. അപ്പൊ റാസി പറഞ്ഞതിന്റെ ഉദ്ദേശം അതാ വിശദീകരിക്കുന്നത്. അന്നല്ലദീ യഹ്സുലു ബിജാലി മൂസ വ തഖ്ദീരിഹി ലാ യുംകിനു അൻ യകൂന ഖാലിഖൻ ലിൽ ആലമി വ മുദബ്ബിറൻ ലഹു. അത് ഖാലിഖും മുദബ്ബിറുമാകാൻ ഒരു നിലക്കും പറ്റൂല. അപ്പൊ മുദബ്ബിറുൽ ആലമാകുക എന്നുള്ളത് അള്ളാന്റെ മാത്രം പരിപാടിയാണ് എന്നാണ് റാസിയോട് പറയുന്നത്. അല്ലാതെ മൂസാ നബി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം സങ്കല്പിക്കുക. അങ്ങനെ മൂസാ നബി അതൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല, അത് വേറെ വിഷയം. പക്ഷെ നമ്മൾ മാക്സിമം സങ്കല്പിച്ചാൽ മൂസാ നബിയെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എത്രയേ ഉള്ളൂ? നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയേ ഉള്ളൂ. പിന്നെണ്ട CM മടവൂരിൻ്റെ കഥ. മൂസാ നബിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ CM മടവൂരിൻ്റെ കഥ എന്തായിരിക്കും സഹോദരന്മാർ? മറ്റുള്ള ഔലിയാക്കന്മാരെന്ന് ഇവർ പറയുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ പിന്നെ ഇവർ ഉദ്ദേശിച്ചത് എന്താണ്? റാസി ശേഷം പറയുന്നുണ്ട്, വമൻ ശക്ക ഫീ ദാലിക ലം യകുൻ കാമിലൽ അഖ്ലി. ഞാൻ ഈ പറയുന്നതിൽ ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ, മർക്കട മുഷ്രിക്കാരായ ഏതെങ്കിലും സമസ്തക്കാരൻ ഈ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ, ലം യകുൻ കാമിലൽ അഖ്ലി, ഓൻ്റെ തലച്ചോറിനെന്തോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓന് ബുദ്ധിക്ക് തകരാറുണ്ട്. വൽ അഖ്റബു. അപ്പൊ പിന്നെ എന്താണ് ഈ പറഞ്ഞതിൻ്റെ മാന? ഈ പറഞ്ഞതിന് ഇജഅല്ലന ഇലാഹൻ കമാലഹും ആലിഹ എന്നോല് പറഞ്ഞല്ലോ. പറഞ്ഞതിനെ പറ്റി ഇപ്പൊ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ, ഇപ്പൊ കളവല്ലേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല എന്നിങ്ങനെ റാസി പറയാ, അത് റാസി പറയില്ല. അപ്പൊ പിന്നെ അതിനൊരു മാന ഉണ്ടാവും. അതെ, ആ മാനയാണ് വൽ അഖ്റബു. അതിന്റെ ശരിയായ മാന അന്നഹും ത്വലബു മിൻ മൂസ അലൈഹിസ്സലാം അൻ യുഅയ്യിന ലഹും അസ്നാമൻ വ തമാസീല. ഞങ്ങൾക്ക് കുറച്ച് മരക്കഷ്ണവും കല്ലിൻ്റെ ചീളും ഒക്കെ നിങ്ങൾ കാട്ടിത്തരണം. നിങ്ങൾ നല്ലൊരു മരക്കഷ്ണം ഉണ്ടാക്കി തരണം, ഞങ്ങൾ ആ മരക്കഷ്ണത്തിന് മുമ്പിൽ ഇരുന്നോളാം. നിങ്ങൾ നല്ല ഒരു കരിങ്കല്ലിൻ്റെ കഷ്ണം ചെത്തി കൂർപ്പിച്ച് മിനുസപ്പെടുത്തി തരണം, ഞങ്ങൾ അതിൻ്റെ മുമ്പ് പോയിട്ട് പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ നല്ലൊരു ജാറുണ്ടാക്കി തരണം. എന്നെ ഔലിയാക്കന്മാരെ ശവകുടീരെന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന നല്ലൊരു ജാറം കെട്ടിത്തരണം. അതിന്മേൽ നല്ലൊരു കമ്പിളി പുതപ്പോ അല്ലെങ്കിൽ ഒരു പട്ടിൻ്റെ പുതപ്പോ ഒക്കെ നിർത്തിയിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് കാണുമ്പോൾ നല്ല പേടിയും ബേജാറും ഒക്കെ ഉണ്ടായിരുന്ന രീതിയിൽ ഒരു കിടത്തി വെച്ച വിഗ്രഹം നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം, എന്നാൽ ബാക്കി പണി ഞങ്ങൾ എടുത്തോളാം. ഇതാണ് ഓര് പറഞ്ഞത്. അല്ല ലോകം നിയന്ത്രിക്കുന്നവൻ ഉണ്ടാക്കി തരണം എന്നല്ല. ലോകം നിയന്ത്രിക്കുന്നവൻ ഉണ്ടാക്കി കൊടുക്കാൻ മൂസാ നബിക്കല്ല ജിബ്രീൽ അലൈഹിസ്സലാം വിചാരിച്ച കഴിയൂല. എന്നിട്ടുണ്ടോ? അപ്പം ഇതൊക്കെയാണ് അശ്അരി പണ്ഡിതന്മാർ പോലും പറഞ്ഞത്. ഇവരൊന്നും ഇപ്പോൾ സലഫി സുന്നി അഹ്ലുസുന്നയുടെ നേതാക്കളല്ല, അശ്അരികളാണ്. പുത്തനാശയത്തിൽ പോയി വീണ് പോയിട്ടുള്ള ആളുകളാണ്. അവർ പോലും ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അവിടെ നിന്നും കടത്തി വെട്ടി പിന്നെയും പെരിച്ചായി മുന്നോട്ട് എന്ന് പറയുന്ന രീതിയിൽ വഴികേടിൻ്റെ വ്യതിയാനത്തിൻ്റെ അങ്ങേ തലക്കൽ പോയ റാഫിളി ഷിയാക്കളുടെ തനിപ്പകർപ്പാണ് കേരളത്തിലെ സമസ്തക്കാർ. കുരുവട്ടൂരിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സമസ്ത മൊത്തം, അല്ലാതെ നമ്മൾ ഏതെങ്കിലും ചെറിയ സംഘത്തെ മാത്രം ഉദ്ദേശിച്ചില്ല. സമസ്തയുടെ അസല് കുരുവട്ടൂരിസാണ്. സഹോദരങ്ങൾ, നിങ്ങൾ കേട്ടല്ലോ, ഈ രീതിയിലാണ് വിഷയങ്ങളൊക്കെ. എന്നിട്ട് ഫുൾ വളച്ചൊടിക്കുകയാണ്, കാന്തപുരം വളച്ചൊടിക്കുകയാണ്, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് വളച്ചൊടിക്കുകയാണ്.
പകരവാപ്പുട്ടിയ മുസ്ലിയാക്കന്മാരെ പോലെയുള്ള ആളുകൾ പച്ച നുണകൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.